നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാധാരണ നമ്മൾ അനുവദിച്ചിട്ടുള്ള അവധികൾക്ക് പകരം മാസത്തിൽ 3 ദിവസം അവധി കൂടി ഞാൻ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാസാമാസം ഉണ്ടാകുന്ന ശാരീരിക വിഷമതകൾ മനസ്സിലാക്കിയിട്ടാ ആ അവധി ദിവസങ്ങൾ ഞാൻ നൽകിയത്. ആ ദിവസങ്ങളിൽ അവർക്ക് ആ അവധിയെടുക്കാം. ഈ അവധി ദിവസങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യകതയുള്ളതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമാണോ അനുവദിച്ചത്? ഏയ് അല്ല, സ്ത്രീകളുടെ ജോലി സമയത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ രാവിലെ 10 മണിക്ക് ജോലിക്ക് ഹാജരായാൽ മതിയാവും. പുലർച്ചെ എഴുന്നേറ്റ് ഭർത്താവിനും മക്കൾക്കും ആഹാരം പാകം ചെയ്തു കൊടുത്ത് അവരെ ജോലി സ്ഥലത്തേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റും പറഞ്ഞു വിട്ടിട്ടാ മിക്ക സ്ത്രീകളും നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്നത്. രാവിലെ 10 മണിക്ക് മുമ്പേ ജോലിക്ക് എത്താൻ പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ വൈകുന്നേരം നേരത്തെ അവർക്ക് വീട്ടിൽ തിരിച്ചെത്താനുള്ള സൗകര്യവും ഞാൻ അനുവദിച്ചിട്ടുണ്ട്. കുട്ടികള് പഠിത്തം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അമ്മമാര് അവർക്ക് വേണ്ട ആഹാരം വെച്ച് വിളമ്പി കാത്തിരിക്കണ്ടേ. ഇത്തരം സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ സ്ത്രീകൾ ഉള്ള സമയം കൃത്യമായും ഉത്സാഹത്തോടെയും നമ്മുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യും. നന്നായി. നല്ല തീരുമാനമാണ് പാർവതി നടപ്പിലാക്കിയത്. പാർവതിയുടെ തീരുമാനത്തെ വളരെ ആഹ്ലാദത്തോടെ നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അവരിൽ പലരും എന്നെ വിളിച്ച് അവരുടെ സന്തോഷം നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സാർ എന്നെ ചോദ്യം ചെയ്തപ്പോ സാറിനോട് ചോദിക്കാതെ ഞാൻ നടപ്പിലാക്കിയ ഉത്തരവ് അബദ്ധമായി പോയോന്ന് എനിക്ക് തോന്നി. അതൊക്കെ എന്റെ അഭിനയമായിരുന്നില്ലേ? അഭിനയം ഗംഭീരായിരിക്കുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങൾ തന്റെ ചുമതലയിൽപ്പെട്ടത്. അതിന് താൻ എന്റെ അനുവാദം ചോദിക്കണമെന്നില്ല. ഏതായാലും സ്ത്രീ തൊഴിലാളികൾ ഹാപ്പിയാണെന്നറിഞ്ഞതിൽ ഞാനും ഹാപ്പിയാണ്. നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ അവർക്ക് വേണ്ട ഇത്തരം ആവശ്യങ്ങൾ പുറത്തു പറയാതെ അവരുടെ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ട് അവര് പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ കമ്പനിയിൽ പാർവതി നടത്തിയ ഈ മാറ്റം മറ്റ് കമ്പനികളിലും ഇനി ചർച്ചയാവും. പാർവതിയുടെ ഈ പരിഷ്കാരത്തെ അവര് മാതൃകയാക്കി എടുക്കും. അത് ഉടനെ തന്നെ നമുക്ക് കാണാം. എന്താ എന്താ ഞാൻ കണ്ടത്? ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ ആർക്കോ ആപത്ത് വരാൻ പോവുകയാണല്ലോ. അതാർക്കാ അപകടം സംഭവിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.